ജൂൺ 2 നമ്മുടെ ജോഡുവിന് 3 വയസ്സട്ടോ. ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇപ്രാവശ്യത്ത്. ഇതിന് മുമ്പത്തെ 2 ബർത്ത്ഡേയും കറക്റ്റ് ജൂൺ 2 നമ്മൾ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. കാരണം വേറൊന്നുമല്ല, ഇച്ചാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ. ഇച്ചാൻ്റെ ലീവ് വരുന്നത് ജൂലൈയിലാണ്. അതുകൊണ്ട് തന്നെ ജൂലൈയിലാണ് ഞങ്ങൾ എപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്തോ ജൂൺ 2 തന്നെ അവൻ്റെ ബർത്ത്ഡേ അറ്റ്ലീസ്റ്റ് ഒരു കേക്കെങ്കിലും കട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്ക് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാത്രമായിട്ട്, നമ്മൾ വീട്ടിലുള്ളവർ മാത്രമായിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ വന്നു. പക്ഷേ അവൻ്റെ ഭാഗ്യം എന്ന് പറയട്ടെ, അവൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നു. അത് അവൻ്റെ ബർത്ത്ഡേ ദിവസം ഇച്ചാൻ്റെ ഫാമിലിയിൽ നിന്നും എൻ്റെ ഫാമിലിയിൽ നിന്നും അവൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് സന്ധ്യപ്രാർത്ഥന എല്ലാം നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലോട്ട് പോയത് കേട്ടോ. അവൻ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. രാവിലെ തൊട്ടേ പറയുന്നതാണ് കേക്ക് കട്ട് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ കേക്ക് കട്ടിങ്ങിലോട്ട് ഞങ്ങളെല്ലാം ഇറങ്ങി തിരിച്ചു. അവൻ്റെ പ്രിയപ്പെട്ട ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും അവൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇച്ചായനി ഇല്ലായിരുന്നു എന്ന ഒരു വിഷമം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമായിട്ട് ജോഡുവിന് അത് മാറി കേട്ടോ. കാരണം എല്ലാവരും ഉണ്ടായിരുന്നു. ആരുമില്ലാതെ ഞങ്ങൾ മാത്രമായി ഒരു കേക്ക് കട്ടിങ് മാത്രം നടത്താമെന്ന് പ്ലാൻ ചെയ്തിരുന്ന ഒരു ബർത്ത്ഡേ പരിപാടിയാണ് ഇത്രയും ആളുകളും അവൻ്റെ പ്രിയപ്പെട്ടവരും എല്ലാം ചേർന്ന് നടത്തിയത്. അമ്മച്ചി മുതൽ അവൻ്റെ പ്രിയപ്പെട്ട ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ആ ഒരു ദിവസം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും സന്തോഷമുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു 3 പേര് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയ ഫ്രണ്ട്സ്, അവർ വളരെ സർപ്രൈസ് പോലെയാണ് അന്ന് ആ ബർത്ത്ഡേ ദിവസം അവർ നമ്മുടെ വീട്ടിൽ വന്നത്. അങ്ങനെ ജോഡുവിൻ്റെ ഈ ഒരു 3ാമത്തെ പിറന്നാൾ അതിമനോഹരമായി ദൈവം നടത്തി തന്നു.